1999 ജൂലൈ 3 ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ നിന്നും കൊല ചെയ്യപ്പെട്ട നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. 23 വയസ്സുള്ള ശില്പി ജെയിനും അവരുടെ കാമുകൻ ഗൗതം സിംഗുമാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 2 കാണാതായ ഇരുവരെയും ജൂലൈ 3 പാട്നയിലെ ഫ്രേസർ റോഡിലെ 12-ാം നമ്പർ ക്വാർട്ടേഴ്സിന് സമീപമുള്ള ഗാരേജിനകത്ത് നിർത്തിയിട്ട ഒരു കാറിനുള്ളിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ശില്പിയുടെ മൃതദേഹം അർദ്ധനഗ്നമായ നിലയിലും ഗൗതമിന്റെ മൃതദേഹം പൂർണ്ണനഗ്നമായ നിലയിലുമായിരുന്നു. ശില്പി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഗൗതം സിംഗിന്റെ ശരീരത്തിൽ ധാരാളം പരിക്കുകളും കാണാം. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ കേസിൽ പോലീസിന്റെയും ബീഹാർ ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് പോലീസ് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നു. തെളിവുകൾ പലതും നശിപ്പിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഇരകൾക്ക് നീതി നൽകുന്നതിനു പകരം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിലാണ് പാട്ന പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തീർച്ചയായും അതിനൊരു കാരണമുണ്ട്. RJD നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യ സഹോദരനും സഹോദരി ഭർത്താവുമായ സാധു യാദവിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് ഈ ഡെഡ് ബോഡികൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്നത്തെ ഭരണകക്ഷിയായ RJDയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു സാധു യാദവ്. അതുപോലെ കൊല ചെയ്യപ്പെട്ടവരും സാധാരണക്കാരായിരുന്നില്ല. ശില്പി ജെയിൻ ഒരു പ്രമുഖ ബിസിനസ്സുകാരന്റെ മകളും ഗൗതം സിംഗ് RJDയുടെ തന്നെ യൂത്ത് വിംഗ് നേതാവുമാണ്. അന്ന് ബീഹാർ രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ച കേസായിരുന്നു ശില്പി ജെയിനിന്റെയും ഗൗതം സിംഗിന്റെയും മർഡർ കേസ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം? ആരാണ് അവരെ കൊലപ്പെടുത്തിയത്? പോലീസ് എന്തൊക്കെയാണ് ഈ കേസിൽ ചെയ്തു കൂട്ടിയത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. പാട്നയിലെ പ്രമുഖ വ്യവസായിയും കമല സ്റ്റോഴ്സ് എന്ന ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയുമായ ഉജ്വൽ കുമാർ ജെയിനിന്റെ മകളായിരുന്നു ശില്പി. ചെറുപ്പം മുതൽ തന്നെ പഠനത്തിൽ മിടുക്കിയായ പെൺകുട്ടി എന്നതിനപ്പുറം അവൾ അതീവ സുന്ദരിയുമായിരുന്നു. മോഡലിംഗ് രംഗത്തേക്ക് കടന്നതോടെ ആ അറിവും സൗന്ദര്യവും അവൾക്ക് മിസ് പാട്ന എന്ന പദവി നേടിക്കൊടുത്തു. ഇതോടെ അവളുടെ ഫോട്ടോസ് എല്ലാ പത്രങ്ങളിലും മാഗസിനുകളിലും പ്രത്യക്ഷപ്പെട്ടു. ശില്പി പാട്ന നിവാസികൾക്ക് സുപരിചിതയായി മാറി. പാട്ന വനിതാ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്ന സമയത്താണ് ശില്പി ഗൗതം സിംഗിനെ പരിചയപ്പെടുന്നതും അടുപ്പത്തിലായതും. കുടുംബസമേതം ലണ്ടനിൽ താമസിച്ചിരുന്ന ഡോക്ടർ BN സിംഗിന്റെ മകനായിരുന്നു ഗൗതം സിംഗ്. ഇടയ്ക്കിടെ പാട്ന സന്ദർശിക്കുമായിരുന്ന ഡോക്ടർ BN സിംഗ് അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. 7 വർഷക്കാലം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ചില അഴിമതി കേസുകളിൽപ്പെട്ട് 1997 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം ജനതാദൾ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും RJD എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ചും നിലവിലെ അനുകൂല സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം കൃത്യമായ ധാരണയുണ്ടായിരുന്ന BN സിംഗ് ഈ അവസരം മുതലെടുത്ത് മകൻ ഗൗതം സിംഗിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ലാലു പ്രസാദ് യാദവുമായുള്ള അടുപ്പം പ്രയോജനപ്പെടുത്തിയ അദ്ദേഹം ഗൗതം സിംഗിനെ RJDയുടെ യൂത്ത് വിങ്ങിലേക്ക് എത്തിക്കുന്നു. രാഷ്ട്രീയത്തിൽ മികച്ചൊരു ഭാവിയുണ്ടാക്കാനായി ഗൗതം സിംഗ് ഇന്ത്യയിൽ തന്നെ തുടർന്നപ്പോൾ പിതാവ് BN സിംഗ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ കുടുംബാംഗങ്ങളും ലണ്ടനിലായിരുന്നു താമസം. ഈ സമയത്താണ് ഗൗതം സിംഗ് ശില്പിയെ പരിചയപ്പെട്ടതും അടുപ്പത്തിലായതും. ബീഹാർ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച പല സംഭവങ്ങളും അരങ്ങേറിയ കാലഘട്ടമായിരുന്നു അത്. 1990 മുതൽ 1997 വരെയുള്ള ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരുന്ന ഈ 7 വർഷക്കാലം ബീഹാറിലെ ക്രമസമാധാനം കുത്തഴിഞ്ഞ നിലയിലായിരുന്നു. ജംഗിൾ രാജ് അഥവാ കാട്ടുഭരണമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഈ ഭരണകാലത്തെ വിശേഷിപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോയി വിലപേശുന്നതും സംഘം ചേർന്ന് കൊള്ളയടിക്കുന്നതും രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള തെരുവ് യുദ്ധങ്ങളും ബീഹാറിൽ സർവ്വസാധാരണമായ സംഭവമായി മാറി. എന്നാൽ ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സർക്കാർ അഴിമതി നടത്തി ഖജനാവ് കട്ടുമുടിക്കുന്ന തിരക്കിലായിരുന്നു. 1996 നടന്ന കാലിത്തീറ്റ കുംഭകോണ കേസ് ഇതിൻ്റെയൊരു ഉദാഹരണം മാത്രമാണ്. കാലിത്തീറ്റ, മരുന്നുകൾ, ഉപകരണങ്ങൾ
തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിയതിന്റെ വ്യാജക്കണക്കുകൾ ഹാജരാക്കി സംസ്ഥാനത്തെ ട്രഷറികളിൽ നിന്നായി 940 കോടിയിലേറെ രൂപ പിൻവലിക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത്. ഈ കേസിൽ ലാലു പ്രസാദ് യാദവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതോടെയാണ് 1997 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതായി വന്നത്. പിന്നീട് ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാവുകയും ബീഹാർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ലാലു പ്രസാദ് യാദവ് ജനതാദൾ വിട്ട് RJD രൂപീകരിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ RJD അധികാരത്തിലെത്തി. ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യ റാബ്രി ദേവിയായിരുന്നു മുഖ്യമന്ത്രിയായത്. ഇതും വലിയ വിവാദങ്ങളുണ്ടാക്കി. കാരണം 1973 17ാമത്തെ വയസ്സിൽ ലാലു പ്രസാദ് യാദവിനെ വിവാഹം കഴിച്ച റാബ്രി ദേവി 1997 വരെ, അതായത് ലാലു പ്രസാദ് യാദവിന്റെ അറസ്റ്റിനെ തുടർന്ന് ബീഹാർ രാഷ്ട്രപതി ഭരണത്തിലാവുന്നതുവരെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പരിചയവുമില്ല, ഒരു പദവിയും വഹിച്ചിട്ടുമില്ല. ഗ്രഹനാഥിയായി കഴിഞ്ഞുപോന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം MLA ആവുന്നു, പിന്നീട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നു. ഇതാണ് പ്രതിപക്ഷ പാർട്ടികളെ ചൊടിപ്പിച്ചത്. അറിവോ വിവരമോ പ്രവൃത്തി പരിചയമോ ഇല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നിയമസഭയിൽ നിരന്തരം ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഭരിച്ച 8 വർഷവും, അതായത് 1997 മുതൽ 2005 വരെയും ബീഹാറിൽ ജംഗിൾ രാജ് തന്നെയായിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ അഭാവത്തിൽ റാബ്രി ദേവി മുഖ്യമന്ത്രിയായെങ്കിലും ഭരണം നിയന്ത്രിച്ചിരുന്നത് റാബ്രി ദേവിയുടെ സഹോദരൻ സാധു യാദവായിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ സഹോദരി ഭർത്താവ് കൂടിയാണ് സാധു യാദവ്. സംസ്ഥാനത്തിലെ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥരെല്ലാം സാധു യാദവിനോട് ചോദിച്ചിട്ട് മാത്രമേ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നുള്ളൂ. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം മാത്രമായിരുന്ന സാധു യാദവിന് മുഖ്യമന്ത്രിയേക്കാൾ പവർ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഇത് മനസ്സിലാക്കിയ ഗൗതം സിംഗ് സാധു യാദവുമായി അടുപ്പം സ്ഥാപിക്കുന്നു. ലാലു പ്രസാദ് യാദവിന്റെ അടുത്ത സുഹൃത്തിന്റെ മകൻ. പോരാത്തതിന് ഇപ്പോൾ സാധു യാദവിന്റെ അനുയായി. ഇതോടെ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ ഗൗതം സിംഗിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നില്ല. കൂടാതെ സാധു യാദവും ഗൗതം സിംഗും ചേർന്ന് പാട്നയിലെ ഫ്രേസർ റോഡിൽ സിൽവർ റോക്ക് എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റും ആരംഭിക്കുന്നു. ഇരുവരും ഒരു പാർട്ടിയിലെ നേതാക്കൾ എന്നതിനപ്പുറം ബിസിനസ് പങ്കാളികൾ കൂടിയായതോടെ അവർക്കിടയിലെ അടുപ്പം ഒന്നുകൂടി വർദ്ധിച്ചു. ഇതെല്ലാം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഗൗതം സിംഗിന്. എന്നാൽ വരാനിരിക്കുന്ന വിപത്ത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. 1999 ജൂലൈ 2 അന്ന് രാവിലെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയ ശില്പി രാത്രിയായിട്ടും തിരിച്ച് വീട്ടിലെത്താതായതിനെ തുടർന്ന് അവളുടെ അച്ഛൻ പോലീസിൽ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുന്നു. ശില്പിയുടെ കാമുകൻ ഗൗതമിനെയാണ് എല്ലാവരും സംശയിച്ചത്. എന്നാൽ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഗൗതം സിംഗിനെയും കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നു. ഉടനടി ഇരുവർക്കും വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചെങ്കിലും അന്ന് രാത്രി മുഴുവൻ തിരഞ്ഞിട്ടും അവരെ കണ്ടെത്താനായില്ല. അടുത്ത ദിവസം, അതായത് ജൂലൈ 3 രാത്രി 9 മണിയോടെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള 12ാം നമ്പർ ക്വാർട്ടേഴ്സിന് മുന്നിലേക്ക് നിരവധി പോലീസ് വാഹനങ്ങൾ അതിവേഗത്തിൽ എത്തിച്ചേരുന്നു. പരിസരവാസികൾക്കൊന്നും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ല. ഇതേ സമയം സ്ഥലത്തെത്തിയ പോലീസുകാർ ആ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്ന ഒരു ഗാരേജിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറുന്നു. അതിനകത്ത് വൈറ്റ് കളറിലുള്ള ഒരു മാരുതി സെൻ നിൽക്കുന്നുണ്ട്. ഗൗതമിന്റെ ഉടമസ്ഥതയിലുള്ള ആ കാറിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് ശില്പി ജെയിനിന്റെയും ഗൗതം സിംഗിന്റെയും മൃതദേഹങ്ങളായിരുന്നു. ശില്പി ഒരു വൈറ്റ് കളർ കുർത്തി ധരിച്ചാണ് തലേ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ കാറിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയപ്പോൾ അവൾ ഗൗതമിന്റെ ടീഷർട്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. അതേസമയം ഗൗതം പൂർണ്ണ നഗ്നനായിരുന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ നേരിട്ട് കണ്ട ആളുകൾ പറയുന്നതനുസരിച്ച് നടന്നിരിക്കുന്നത് അതിക്രൂരമായ കൊലപാതകമാണ്. കാരണം ശില്പിയുടെയും ഗൗതമിന്റെയും മൃതദേഹങ്ങളിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകളുണ്ടായിരുന്നു. പാട്ന നിവാസികൾക്ക് സുപരിചിതരായ 2 വ്യക്തികളാണ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഞെട്ടലിലായിരുന്നു എല്ലാവരും. എന്നാൽ പോലീസ് മൃതദേഹങ്ങൾ പുറത്തെടുത്തതിന് തൊട്ടു പിന്നാലെ സാധു യാദവിന്റെ അനുയായികൾ സ്ഥലത്തെത്തി ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. പൂട്ടിക്കിടക്കുന്ന ഒരു ഗാരേജിനകത്ത് മൃതദേഹങ്ങൾ അടങ്ങിയ കാറുണ്ട് എന്നുള്ള കാര്യം പോലീസിന് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇതേ സമയം
സാധു യാദവിന്റെ അനുയായികൾ ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അത്ഭുതകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തു നിന്നും തെളിവുകൾ ശേഖരിക്കാൻ പോലും പോലീസ് മെനക്കെട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ ഗൗതമിന്റെ കാർ ഒരു ടോ ട്രക്ക് ഉപയോഗിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനു പകരം ഒരു പോലീസ് കോൺസ്റ്റബിൾ സ്വയം ആ കാർ ഓടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. ഇതുമൂലം കാറിന്റെ സ്റ്റിയറിംഗ് വീലിൽ നിന്നുമുള്ള കില്ലറിന്റെ വിരലടയാളം ഉൾപ്പെടെയുള്ള നിരവധി ഫോറൻസിക് തെളിവുകളാണ് നശിച്ചു പോയത്. നശിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. പലപ്പോഴും വളരെ സാവധാനത്തിൽ മാത്രം ഒരു കേസ് കൈകാര്യം ചെയ്തിരുന്ന ബീഹാർ പോലീസ് ഈ കേസിൽ മാത്രം അസാധാരണമായ ഒരു തിടുക്കം കാണിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് മൂലമാണ് ഇരുവരും മരിച്ചതെന്ന് പോലീസ് പ്രഖ്യാപിച്ചത് ഇതിന്റെ തെളിവാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഗൗതം സിംഗിന്റെ കുടുംബാംഗങ്ങളെല്ലാവരും ലണ്ടനിൽ തന്നെയായിരുന്നു. എന്നിട്ടും അവർ വരുന്നതുവരെയോ അവരുടെ അനുമതിക്ക് കാത്തുനിൽക്കുകയോ ചെയ്യാതെ അന്നു രാത്രി തന്നെ ഗൗതം സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നു. ഇതിൽ ഗൗതം സിംഗിന്റെ ഇന്ത്യയിലുള്ള ബന്ധുക്കളെപ്പോലും പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത് കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ശില്പി ജെയിനിന്റെ അന്ത്യകർമ്മങ്ങളും തിടുക്കത്തിൽ നടക്കുന്നു. ഇരുവരുടെയും അന്ത്യകർമ്മങ്ങൾക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. മരണകാരണം വ്യക്തമല്ല എന്നും ഇരുവരും വിഷം കഴിച്ചതായി സംശയിക്കുന്നു എന്നുമായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതോടെ പാട്ന പോലീസ് അവരുടെ മുൻ പ്രസ്താവനയിൽ നിന്നും പിന്തിരിഞ്ഞ് ഇരുവരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് അവകാശപ്പെട്ടു. ഒരു വശത്ത് പാട്ന പോലീസ് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുമ്പോഴും മറുവശത്ത് ശില്പി ജെയിൻ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും ഇരുവരെയും സാധു യാദവും കൂട്ടാളികളും ചേർന്ന് കൊന്നതാണ് എന്നുമായിരുന്നു ജനങ്ങൾക്കിടയിലുള്ള പൊതുചർച്ച. അതുപോലെ ഈ കേസിൽ പാട്ന പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വിചിത്രമായ നടപടിക്രമങ്ങൾ പൊതുജനരോഷത്തിന് തിരികൊളുത്തുന്നു. പ്രതിപക്ഷ പാർട്ടികളും റാബ്രി ദേവി സർക്കാരിനെ ലക്ഷ്യം വയ്ക്കുന്നു. ഈ കേസിന്റെ മുഖ്യ സൂത്രധാരനായി കരുതപ്പെടുന്ന സാധു യാദവിനെ സംരക്ഷിക്കാൻ ബീഹാർ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തതായി അവർ ആരോപിച്ചു. മകളെ കൊന്നതാണെന്നുള്ള ആരോപണമുന്നയിച്ച് ശില്പി ജെയിനിന്റെ പാരന്റ്സും രംഗത്തു വന്നതോടെ പ്രതിഷേധം ശക്തമാവുന്നു. പൊതുജനരോഷവും പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദവും കാരണം സെപ്റ്റംബർ മാസത്തോടെ ബീഹാർ സർക്കാർ ഈ കേസ് അന്വേഷണം CBIക്ക് കൈമാറുന്നു. കേസ് ഏറ്റെടുത്ത CBI കേസിന്റെ എല്ലാ വശങ്ങളും തുടക്കം മുതൽ അന്വേഷിക്കുന്നു. കൂടാതെ ശില്പി ജെയിനിന്റെ യോനീസ്രവം ഹൈദരാബാദിലെ ഒരു ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫോറൻസിക് ലാബിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പാട്ന പോലീസിന്റെ അവകാശവാദത്തിന് വിരുദ്ധമായ റിപ്പോർട്ടായിരുന്നു അത്. ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ശില്പിയെ 1ലധികം പേർ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. കാരണം 1ലധികം ആളുകളുടെ ബീജം ആ യോനിസ്രവത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് വന്നതിനു ശേഷം ഈ കേസിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയായ സാധു യാദവിന്റെ DNA പരിശോധന നടത്താൻ CBI തീരുമാനിക്കുന്നു. എന്നാൽ CBI അന്വേഷണവുമായി തീരെ സഹകരിക്കാതിരുന്ന സാധു യാദവ് DNA പരിശോധനയ്ക്ക് വിസമ്മതിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞെട്ടിക്കുന്ന പല സംഭവ വികാസങ്ങൾക്കും ബീഹാർ സാക്ഷ്യം വഹിച്ചു. CBI ശ്രമിച്ചിരുന്നുവെങ്കിൽ കോടതിയിൽ പോയി സാധു യാദവിനെ DNA സാമ്പിൾ നൽകാൻ നിർബന്ധിക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല എന്നു മാത്രമല്ല, പ്രതികൾക്കെതിരെ ഇത്രയും വലിയൊരു തെളിവ് ലഭിച്ചിട്ടും CBI കേസിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കിയില്ല. ഒടുവിൽ 4 വർഷത്തെ കേസന്വേഷണത്തിന് ശേഷം 2003 CBI കോടതിയിൽ ഒരു ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണത്തിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ശില്പി ജെയിനും ഗൗതം സിംഗും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനു ശേഷം പാട്ന പോലീസ് തയ്യാറാക്കിയതായി പറയപ്പെടുന്ന അതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് 4 വർഷത്തിനു ശേഷം CBIയും ക്ലോഷർ റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ചത്. ഇത് ഒത്തിരി ചോദ്യങ്ങൾ ഉയർത്തി. അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഹൈദരാബാദിലെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് അനുസരിച്ച് ശില്പി ജെയിനിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ 1ലധികം ആളുകളുടെ ബീജ സാമ്പിളുകൾ എങ്ങനെ വന്നു എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. അത് ബീജമല്ല, വിയർപ്പായിരുന്നു എന്ന് CBI കോടതിയെ ബോധിപ്പിച്ചു. അങ്ങനെ പോലീസും CBIയും ചേർന്ന് ഈ കേസ് ആത്മഹത്യയായി തള്ളിക്കളയുകയും അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. CBI സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നും
മകൾ കൊല ചെയ്യപ്പെട്ടതാണ് എന്നും ആരോപിച്ച് ശില്പി ജെയിനിന്റെ കുടുംബം CBI അന്വേഷണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. എന്നാൽ ഗൗതം സിംഗിന്റെ പിതാവ് ഡോക്ടർ BN സിംഗിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വിചിത്രമായ പെരുമാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു. മകൻ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടും ഇതൊരു കൊലപാതകമാണെന്ന് പല കോണുകളിൽ നിന്നും ആരോപണമുയർന്നിട്ടും അയാൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയില്ല. എന്തിന് മാധ്യമങ്ങളിൽ ഒരു പ്രസ്താവന പോലും നടത്താതെ BN സിംഗ് മൗനം പാലിച്ചു. ഇതോടെ ലാലു പ്രസാദ് യാദവിന്റെ കുപ്രസിദ്ധമായ കാലിത്തീറ്റ കുംഭകോണത്തിൽ നിന്ന് ഹവാല വഴി സ്വിസ് ബാങ്കിലേക്ക് പണം കൈമാറുന്നതിൽ BN സിംഗിന്റെ പങ്ക് നിർണായകമായിരുന്നുവെന്നും അതുകൊണ്ടുതന്നെ ലാലു പ്രസാദ് യാദവിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രവൃത്തിയും BN സിംഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നുമുള്ള ആരോപണങ്ങളുയർന്നു. മറുവശത്ത് ശില്പി ജെയിനിന്റെ കുടുംബം കേസ് പുനരന്വേഷിക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ബീഹാർ ഭരിക്കുന്ന മുഖ്യമന്ത്രി റാബ്രി ദേവി സാധു യാദവിന്റെ സഹോദരിയായതുകൊണ്ട് തന്നെ ഒരു അന്വേഷണവും പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഇതേ തുടർന്ന് ശില്പി ജെയിനിന്റെ സഹോദരൻ പ്രശാന്ത് ജെയിൻ കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ 2006 ജനുവരി 6-ന് പ്രശാന്ത് ജെയിനിനെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വെച്ച് അജ്ഞാതരായ കുറച്ചുപേർ തട്ടിക്കൊണ്ടുപോയി. 2 ദിവസത്തിനു ശേഷം അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട് സുരക്ഷിതനായി വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും പിന്നീടൊരിക്കലും കേസ് പുനരന്വേഷിക്കണമെന്ന് പറയാനോ സുപ്രീം കോടതിയെ സമീപിക്കാനോ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. കൊലയാളികൾ അത്ര കണ്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നു എന്ന് ചുരുക്കം. ഇനി ശില്പി ജെയിൻ ഒരു വാഹനത്തിൽ കയറിപ്പോകുന്നത് കണ്ട ദൃക്സാക്ഷികളായ ചിലരുടെ മൊഴികളും കൊലപാതകം നേരിട്ട് കണ്ടവർ വെളിപ്പെടുത്തിയെന്ന് പറയുന്ന സ്ഥിരീകരിക്കപ്പെടാത്ത ചില റിപ്പോർട്ടുകളും പ്രകാരം ശില്പി ജെയിനിനും ഗൗതം സിംഗിനും അന്ന് സംഭവിച്ചത് ഇങ്ങനെയാണ്. 1999 ജൂലൈ 2-ന് രാവിലെ പതിവ് പോലെ ശില്പി ജെയിൻ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോകുന്നതിനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഒരു വൈറ്റ് കളർ കുർത്തിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. വീടിന് മുന്നിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ കയറിയ ശില്പി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു യുവാവ് തന്റെ കാറുമായി വന്ന് ആ ഓട്ടോറിക്ഷയുടെ മുന്നിൽ നിർത്തി എവിടേക്കാണ് പോകുന്നത് എന്ന് ശില്പിയോട് ചോദിക്കുന്നു. ആ യുവാവിനെ കണ്ട ശില്പി ജെയിൻ പരിചയഭാവത്തിൽ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോകുന്നു. ഞാനും അതുവഴി തന്നെയാണ് പോകുന്നത് എന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നും ആ യുവാവ് പറഞ്ഞതിനെ തുടർന്ന് ഓട്ടോയിൽ നിന്നുമിറങ്ങിയ ശില്പി ഓട്ടോക്കാരന് ക്യാഷ് കൊടുത്തതിനു ശേഷം ആ യുവാവിനോടൊപ്പം കാറിൽ കയറിപ്പോകുന്നു. ശില്പി ജെയിനിന് നന്നായി അറിയാവുന്ന ഗൗതം സിംഗിന്റെ ഒരു സുഹൃത്താണ് ആ യുവാവ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഗൗതമിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു യുവ പാർട്ടി നേതാവ്. പക്ഷേ ആ കാർ നേരെ പോയത് ശില്പി ജെയിനിന്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരുന്നില്ല, മറിച്ച് ഫുൽവാരി ഷെരീഫിലുള്ള വാൽമി ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. പാറ്റ്നയോട് ചേർന്നുള്ളൊരു സ്ഥലമാണ് ഫുൽവാരി ഷെരീഫ്. ഇന്നത് ഒരു ജനവാസ മേഖലയാണെങ്കിലും 90കളിൽ അത് വളരെ വിജനമായ ഒരു പ്രദേശമായിരുന്നു. ഗൗതം സിംഗ് ഗസ്റ്റ് ഹൗസിലുണ്ടെന്നും അവനാണ് നിന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞത് എന്നും ശില്പിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനു ശേഷമാണ് അവളെ ആ ഗസ്റ്റ് ഹൗസിലെത്തിച്ചത്. എന്നാൽ ഗൗതം സിംഗ് ആ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം തന്റെ സുഹൃത്ത് ശില്പിയുമായി ഫുൽവാരി ഷെരീഫിലെ വാൽമി ഗസ്റ്റ് ഹൗസിലേക്ക് കാറിൽ പോകുന്നത് കണ്ടു എന്ന് ഗൗതം സിംഗിന് മറ്റൊരാളിൽ നിന്നും വിവരം ലഭിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ തന്നെ പേടിച്ചു വിറച്ച ഗൗതം സിംഗ് തന്റെ കാറെടുത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് കുതിക്കുന്നു. കാരണം ആ കാലത്ത് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിൽ പലരും ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവൃത്തികളുടെ കേന്ദ്രമായിരുന്നു വാൽമി ഗസ്റ്റ് ഹൗസ്. അത് ഗൗതം സിംഗിന് നന്നായി അറിയാമായിരുന്നു. ഗൗതം സിംഗ് അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. ശില്പിയെ ഒരു മുറിയിൽ കെട്ടിയിട്ടിരിക്കുന്നു. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ല. അവളുടെ ചുറ്റും നിരവധി ആളുകൾ കൂടി നിന്ന് അവളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന അതിദാരുണമായ കാഴ്ചയാണ് ഗൗതം കണ്ടത്. ഗൗതം സിംഗ് അകത്തേക്ക് ഓടിച്ചെന്ന് അവിടെയുണ്ടായിരുന്ന ആളുകളെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ ഗൗതം സിംഗ് പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവനെ അതിക്രൂരമായി മർദ്ദിക്കാനും തുടങ്ങുന്നു. ഗൗതം സിംഗിനെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ചെയ്തത് പുറത്തു നിന്നുള്ളവരല്ല, ഗൗതമിന്റെ പാർട്ടിയിൽ തന്നെയുള്ള സുഹൃത്തുക്കൾ കൂടിയായ നേതാക്കൾ തന്നെയാണ്. അതിൽ സാധു യാദവ് ഉൾപ്പെടെയുള്ള പലരുമുണ്ട് എന്ന് പറയപ്പെടുന്നു. ശില്പി ജെയിനിനെ അവിടെ കൂടിയിരുന്ന നിരവധി പേർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ശേഷം അവർ ശില്പിയെയും ഗൗതമിനെയും ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു.
പിന്നീട് ഡെഡ് ബോഡികൾ ഗൗതമിന്റെ കാറിനകത്ത് കയറ്റി സാധു യാദവിന്റെ ക്വാർട്ടേഴ്സിനടുത്തുള്ള പൂട്ടിക്കിടക്കുന്ന ഗാരേജിൽ കൊണ്ട് നിർത്തുകയും മൃതദേഹങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പ്ലാനിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസ് രഹസ്യവിവരത്തെ തുടർന്ന് അവിടെ എത്തുകയായിരുന്നു എന്നും പിന്നീട് സാധു യാദവ് പോലീസിനെയും CBI ഉദ്യോഗസ്ഥരെയും വിലക്കെടുത്ത് കേസ് അട്ടിമറിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ ശില്പി ജെയിനിന്റെയും ഗൗതം സിംഗിന്റെയും മരണം ഒരു രഹസ്യമായി ഇപ്പോഴും തുടരുന്നു. പ്രധാന പ്രതികളെല്ലാം ഇപ്പോഴും സമാധാനപരമായ ജീവിതം നയിക്കുന്നു. പോലീസും CBIയും ഇതൊരു ആത്മഹത്യാ കേസായി പ്രഖ്യാപിക്കുമ്പോഴും പല ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിനാണ് അവർ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ആത്മഹത്യ ചെയ്യുന്നത്? അങ്ങനെ ആരും ചെയ്യാൻ സാധ്യതയില്ല. വളരെ കാലമായി പൂട്ടിക്കിടക്കുകയായിരുന്ന ഗാരേജിനുള്ളിൽ ഒരു കാറും അതിൽ 2 മൃതദേഹങ്ങളുമുണ്ട് എന്ന് പോലീസിന് ആരാണ് ഇൻഫർമേഷൻ നൽകിയത്? പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് തിടുക്കം കൂട്ടിയത് എന്തിനാണ്? ഗൗതം സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ പേരൻസിന്റെയോ ബന്ധുക്കളുടെയോ സാന്നിധ്യമില്ലാതെ നടത്തിയത് എന്തുകൊണ്ടാണ്? നിരവധി പ്രധാന സാക്ഷികളെ പോലീസും CBIയും മനഃപൂർവ്വം അവഗണിച്ചത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ ഈ കേസ് ഒരു ആത്മഹത്യാ കേസായി കോടതി ഫയലുകളിൽ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.